ട്രംപ് ഒത്തുതീർപ്പിന് ആകുന്നു എന്ന ഒരു സൂചന ഇപ്പോൾ വരുന്നു. ഒരു യുദ്ധസമയത്ത് നടത്തുന്ന വലിയ വാക്കുകൾ, വലിയ ജിങ്കോയിസം അല്ലെങ്കിൽ വലിയ വമ്പ് പറച്ചിൽ എന്നതിൽ കവിഞ്ഞ അർത്ഥമൊന്നും കരുതേണ്ടല്ല. ഒന്നുകിൽ അമേരിക്കയ്ക്ക് അതിൻ്റെ പ്രിഫറൻസസിനെ കുറിച്ചുള്ള കൃത്യമായ സൂചന ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈസ് കൺഫ്യൂസ്ഡ്. ഒന്നുകിൽ അങ്ങനെയാണ്, അല്ല എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേശകർ മാറി ചിന്തിക്കാൻ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ഈ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് ട്രംപിന് മാത്രമേ അറിയൂ. കാരണം കൺസിസ്റ്റൻ്റായി ഒരു കാര്യം പറയുന്ന ഒരാളുടെ വാക്കുകൾ മുഖതാവിലെടുക്കാം. പക്ഷേ മാറ്റി മാറ്റി പറയുകയും ഈ ഗോൾ പോസ്റ്റുകൾ നിരന്തരം മാറ്റി ഷോട്ടുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ട്രംപിന് പൊതുവേ ഉണ്ട്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, പശ്ചിമേഷ്യയിൽ 3 ആഴ്ചയായി തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ട് ഇറാനുമായി ഒരു പുതിയ സമാധാന കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തൻ്റെ വിശ്വസ്തരും കുടുംബാംഗങ്ങളുമായ ജാരദ് കുഷ്ണറെയും സ്റ്റീഫൻ വിക്കോഫിനെയും രഹസ്യ ചർച്ചകൾക്ക് ട്രംപ് ചുമതലപ്പെടുത്തിയെന്നാണ് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തനിക്ക് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് എന്ന് ട്രംപ് ഏറ്റവും വിശ്വസ്തരോട് പറഞ്ഞതായി അമേരിക്കയിലെ തന്നെ പ്രധാന വാർത്താ ഏജൻസിയായ ആക്സിയോസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ യുദ്ധം ആഗോള എണ്ണ വിപണിയെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു തുടങ്ങിയതോടെയാണോ പെട്ടെന്നൊരു ഒത്തുതീർപ്പ് നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് ട്രംപ് തയ്യാറാകുന്നത്? ട്രംപ് ഒത്തുതീർപ്പിന് ആകുന്നു എന്ന ഒരു സൂചന ഇപ്പോൾ വരുന്നു. തീർച്ചയായും അതുകൊണ്ടാണല്ലോ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ദൂതന്മാർ സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹത്തെയാണ് അമേരിക്കയ്ക്ക് വേണ്ടി ട്രംപിന് വേണ്ടി സംസാരിക്കാനായി മധ്യസ്ഥ ശ്രമങ്ങളുടെ ഇടയിൽ ജനീവയിലേക്കും അതുപോലെ മസ്കറ്റിലേക്കും ഒക്കെ വിട്ടത്. അതോടൊപ്പം തന്നെ തൻ്റെ മരുമകനായ ജാരഡ് കുഷ്ണർ, ഈ 2 പേരോടും ഒരുങ്ങിയിരിക്കാൻ ട്രംപ് പറഞ്ഞതായിട്ടാണ് അമേരിക്കയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു വശത്ത് ഇസ്രായേലിന് പരമാവധി ഇറാനിൽ പ്രഹരം നടത്തി പരമാവധി ഇറാൻ്റെ കേപ്പബിലിറ്റി അവസാനിപ്പിക്കണം, യുദ്ധം തുടരണം, അത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. മറുപക്ഷത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് പൂർത്തി ആയി വരുന്നു. ഇനി മുന്നോട്ട് പോകുന്നത് നഷ്ടമായിരിക്കും ഉണ്ടാവുക, പ്രത്യേകിച്ച് ഇറാൻ തിരിച്ചടി കനപ്പിച്ച ഒരു സാഹചര്യത്തിൽ. ഇസ്രായേലിനുള്ളിലെ ആണവ നിലയങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ നോക്കൂ, ഈ ഇസ്രായേലിലെ ഡിമോണ ന്യൂക്ലിയർ പ്ലാന്റ്, ആ ഡിമോണ നഗരം ആക്രമിക്കപ്പെട്ടു. അറാദ് എന്ന നഗരം, തൊട്ടടുത്തുള്ള സമീപ നഗരമാണ് അറാദ്, ആക്രമിക്കപ്പെട്ടു. ഇത് കാര്യമായി പ്രതിരോധിക്കാൻ ഇസ്രായേൽ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക്, അത് പേർഷ്യൻ ഗൾഫിലെ മേഖലകളിലേക്ക് ഇറാൻ യുദ്ധം വ്യാപിപ്പിക്കുന്നു. അതുകൊണ്ട് എസ്കലേഷൻ മോഡ് അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം തങ്ങൾ നേടിയ വിജയങ്ങൾ പെട്ടിയിലാക്കി മതിയാക്കി തങ്ങൾ ഇത്രയുമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുക എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു പദ്ധതി. അതുകൊണ്ടാണ് നിർബന്ധപൂർവ്വം 48 മണിക്കൂറിനുള്ളിൽ നിർബന്ധമായി ഇത് തുറക്കണം, പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടമായ ഹോർമൂസ് കടലിലേക്ക് തുറക്കണം, അല്ലെങ്കിൽ തങ്ങൾ ഇറാൻ്റെ ഊർജ്ജ ഉപാധികൾ ആക്രമിക്കും എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രസ്താവന വന്നു. പക്ഷേ ഇതൊക്കെ ഒരു യുദ്ധസമയത്ത് നടത്തുന്ന വലിയ വാക്കുകൾ, വലിയ ജിങ്കോയിസം അല്ലെങ്കിൽ വലിയ വമ്പ് പറച്ചിൽ എന്നതിൽ കവിഞ്ഞ അർത്ഥമൊന്നും കരുതേണ്ടല്ല. ഇറാൻ സിസ്റ്റമാറ്റിക്കായ പ്രത്യാക്രമണമായി മുന്നോട്ട് നീങ്ങുന്നു. അതിൻ്റെ തോത് കൂടുന്നതാണ് കാണുന്നത്, കുറയുന്നതല്ല കാണുന്നത്. അതുകൊണ്ടാണ് ഈ സമാന്തരമായി ഒരു വശത്തൊരു ആംഡ് ബിൽഡപ്പ്, കരസേന സജ്ജമാകുന്നു, ഒരുപക്ഷെ മെറീനുകൾ കരയിലേക്ക് കടക്കും, ഏതെന്ന് വീഴും കരയുദ്ധമുണ്ടാകുമെന്ന പ്രതീതി ഒരു വശത്ത് വളരെ ഡോമിനൻ്റായി നിൽക്കുന്നു. മറുവശത്തെ സമാധാന നീക്കങ്ങളെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതിനർത്ഥം ഒന്നുകിൽ അമേരിക്കയ്ക്ക് അതിൻ്റെ പ്രിഫറൻസസിനെ കുറിച്ചുള്ള കൃത്യമായ സൂചന ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈസ് കൺഫ്യൂസ്ഡ്. ഒന്നുകിൽ അങ്ങനെയാണ്, അല്ല എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേശകർ മാറി ചിന്തിക്കാൻ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. അതും അല്ല എങ്കിൽ രഹസ്യമായി ഗൾഫ് മേഖലയിൽ നിന്നും GCC രാജ്യങ്ങൾ ഇറാൻ ആഗ്രഹിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റിന് മേൽ അതിശക്തമായ സമ്മർദ്ദം അനൗപചാരികമായി എങ്കിലും ചെലുത്തുന്നുണ്ടാവണം. അത് പബ്ലിക് ഡൊമൈനിലേക്ക് വരുന്നില്ലായിരിക്കാം. കാരണം അവിടെയും നാശനഷ്ടങ്ങളുടെ തോത് പെരുകുകയാണ്, ഇൻവെൻറ്ററീസ് പെരുകുകയാണ്. എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ സംഭരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് എണ്ണ കുഴിച്ചെടുക്കാൻ പറ്റുന്നില്ല, ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ല, സംഭരണശാലകൾ പൂർണ്ണമായി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്.
അതുകൊണ്ട് അത് പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോയില്ല എങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ വലിയ തിരിച്ചടി നേരിടും. ഇതെല്ലാം പരിഗണന വിഷയമാകുമ്പോൾ ആത്യന്തികമായി അമേരിക്കൻ ജനതയ്ക്ക് ഇതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം അമേരിക്കൻ ജനതയാണ് വലിയ സമ്മർദ്ദം നേരിടാൻ പോകുന്നത്. കാരണം എണ്ണ കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ, ക്രൂഡ് ഓയിൽ ലഭിക്കാതെ ആയിക്കഴിഞ്ഞാൽ ലോകത്തെ സാധനങ്ങൾക്ക് തീവിലയാകും. അങ്ങനെയെങ്കിൽ ഉപഭോഗ രാജ്യമായ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങൾക്ക് വൻ വിലക്കയറ്റമാണ് ഉണ്ടാവുക. ജനജീവിതത്തെ ബാധിക്കും. അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റം, ഇൻഷുറൻസ് സിസ്റ്റം, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റുകൾ, ലോകമാസകലമുള്ള ഓഹരി വിപണികൾ, ഇതൊക്കെ നിശ്ചലമായി കഴിഞ്ഞാൽ, തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതത്ര ഗുണപരമല്ല. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സാമ്പത്തിക ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ ട്രംപിനോട് മെല്ലെ പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ തലയൂരാൻ ലഭിക്കുന്ന അന്തരീക്ഷം, അവസരം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഊരുകയാണ് നല്ലത്. ഇസ്രയേലിൻ്റെ യുദ്ധമാണിത് എന്ന് ചിന്തിക്കുന്നവരാണ് അനേകം. ഇസ്രയേലിൻ്റെ യുദ്ധം ഒരു പരിധിയിൽ കൂടുതൽ അമേരിക്ക സ്ട്രെച്ച് ചെയ്യേണ്ടതില്ല എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് സമാധാനത്തിൻ്റെ സ്വരം ചെറിയ രൂപത്തിലെങ്കിലും ആദ്യമായി ട്രംപിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട് വിശ്വസിക്കാമോ? കാരണം പറഞ്ഞത് മാറ്റി പറയുന്ന, വാക്കിന് വിലയില്ലാത്ത ഒരു പ്രസിഡന്റാണ് ട്രംപ്. നമുക്കറിയാം, എതിർകക്ഷിയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതോടെ വെടിനിർത്തലിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നില്ലല്ലോ എന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനവും വരുന്നത്. ശരിക്കും എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഈ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് ട്രംപിന് മാത്രമേ അറിയൂ. കാരണം കൺസിസ്റ്റൻ്റായി ഒരു കാര്യം പറയുന്ന ഒരാളുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാം, മുഖതാവിലെടുക്കാം. പക്ഷേ മാറ്റി മാറ്റി പറയുകയും ഈ ഗോൾ പോസ്റ്റുകൾ നിരന്തരം മാറ്റി ഷോട്ടുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ട്രംപിന് പൊതുവേ ഉണ്ട്. അതുകൊണ്ട് ആത്യന്തികമായി വിശകലനം ചെയ്യാവുന്നത് അമേരിക്കയുടെ ആത്യന്തികമായ താല്പര്യങ്ങളാണ്. ഈ താല്പര്യങ്ങൾ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ വിധിക്കപ്പെട്ട ആളാണല്ലോ പ്രസിഡന്റ്. അതുകൊണ്ട് പ്രസിഡന്റിന് എന്തു പറയുന്നു എന്നതിലല്ല, എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്നത് വിശകലനം ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ നോക്കുമ്പോൾ ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു കാട്ടി, ശരിയാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പറഞ്ഞ 2-3 കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഈ ഒരു ഇൻകൺസിസ്റ്റൻസി ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്ന്, ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ ബലം പ്രയോഗിച്ച് തുറക്കാൻ പോവുകയാണ്. 2 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞ പ്രസ്താവന. അതിനായി തങ്ങൾ ലോ ഫ്ലൈയിങ് എയർക്രാഫ്റ്റ് ഉപയോഗിക്കും, ഒരുപക്ഷെ അപ്പാച്ചെ ഹെലികോപ്റ്ററോ ഉപയോഗിക്കും എന്ന ഒരു പ്രതീതി ഉണ്ടായി. അങ്ങനെ ഇറാൻ്റെ കപ്പലുകൾ, ഇറാൻ്റെ ഗൺ ബോട്ടുകൾ, ഇറാൻ്റെ നാവിക സാന്നിധ്യം പൂർണ്ണമായി തച്ചു തകർത്തതിന് ശേഷം തങ്ങൾ ഒരുപക്ഷെ മൈൻ വാരി കപ്പലുകൾ അയക്കും. അങ്ങനെ പേർഷ്യൻ ഗൾഫ് മേഖല സുഗമമാക്കിയ ശേഷം, അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കെങ്കിലും പൂർണ്ണമായി നാവിഗബിൾ ആക്കിയതിനു ശേഷം, ഇറാൻ്റെ മിസൈൽ പ്രതിരോധം, ആ ഭാഗത്തുള്ള മിസൈൽ ആക്രമണ ശേഷി കൂടി നശിപ്പിച്ചതിന് ശേഷം തങ്ങളുടെ കപ്പലുകൾ ഇതാ കടന്നു വരുന്നു. യൂറോപ്യൻ കപ്പലുകളെ ഞങ്ങൾ വിളിച്ചു, ഏതാണ്, നെറ്റോ കപ്പലുകളെ. പക്ഷേ അവർ പങ്കെടുക്കാൻ സന്നദ്ധമല്ല, അല്ലെങ്കിൽ പങ്കെടുക്കാം പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധമല്ല. ഒരുപക്ഷെ അവർ മാറി നിൽക്കുകയാണ്. അത് തന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമല്ല. അവർ പേടിത്തൊണ്ടന്മാരാണ്, മാറി നിൽക്കട്ടെ. ചൈനയും അമേരിക്കയും ക്ഷണിച്ചു, നിങ്ങൾ വരണം, കടന്നു വരണം, ഹോർമൂസ് കടല് ഒന്ന് കടക്കാൻ വേണ്ടി, ഹോർമൂസ് കടലെടുക്ക് കടന്നു വരാൻ നിങ്ങളുടെ സേനാവിന്യാസത്തിനും കൂടെ കഴിയണം. ഇത് മാനവരാശിക്ക് വേണ്ടി നമ്മൾ ബലം പ്രയോഗിച്ച് തുറക്കണം. ഈ ബലപ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞതല്ലാതെ ഒരു ബലപ്രയോഗവും കഴിഞ്ഞ ഒരു 48 മണിക്കൂറിനുള്ളിൽ ഒരു ബലപ്രയോഗവും ഹോർമൂസിൽ നടന്നതായി റിപ്പോർട്ടുകളില്ല. അപ്പോൾ പറയുന്നത് അവിടെ പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ പറയുന്നത് എന്താണ്? അതിനുശേഷം പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഹോർമൂസ് കടൽ ബലം പ്രയോഗിച്ച് തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഞങ്ങളുടെ ആവശ്യമല്ല, ഞങ്ങൾ എണ്ണ കൊണ്ടുപോകുന്നത് അവിടെ നിന്നല്ല, ഞങ്ങൾക്ക് എണ്ണ വേണ്ട അവിടുന്ന്, ഞങ്ങൾക്ക് എണ്ണയുണ്ട്, ഞങ്ങൾ വിഭവങ്ങളൊന്നും അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നില്ല. മറ്റ് രാജ്യങ്ങൾക്ക് ചൈനയുടെ ആവശ്യത്തിന് 90% ഊർജ്ജ ഉപാധികൾ കടന്നു വരുന്നത് ഹോർമൂസ് കടന്നാണ്. ജപ്പാൻ്റെ 95% കടന്നു വരുന്നത് ഹോർമൂസ്. ട്രംപിൻ്റെ വാക്കുകളാണ്, യഥാർത്ഥ ഫിഗേഴ്സ് അല്ല കേട്ടോ, ട്രംപിൻ്റെ വാക്കുകളാണ്. 95% കടന്നു വരുന്നത് ഹോർമൂസ് വഴിയാണ്. ചൈനയും ജപ്പാനും ഒക്കെ ശ്രമിക്കണം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെല്ലാം കൂടെ ശ്രമിക്കുക. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്, പഴവും പച്ചക്കറിയും തുണിത്തരങ്ങളും എന്നു വേണ്ട നിങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് ഗൾഫിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളുമായി സഹകരിച്ച് നിങ്ങൾ ആവശ്യക്കാർ, എണ്ണ വേണ്ടവർ, വിഭവങ്ങൾ ഗൾഫിൽ വിൽക്കേണ്ടവർ ചേർന്ന് ഗൾഫ് പാത സുഗമമാക്കണം. ഞങ്ങൾക്കതിൽ പങ്കില്ല എന്നു പറഞ്ഞ് കൈയൊഴിയുന്ന ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. അത് കഴിഞ്ഞ 24 മണിക്കൂറിന് മുൻപുള്ള അവസ്ഥയാണ്. ഇപ്പോഴിത് ഏറ്റവും ലേറ്റസ്റ്റായി കേൾക്കുന്നു, ഹോർമൂസ് കടലിടുക്ക്
ഇറാൻ നൽകിയ അന്ത്യശസ്ത്രമാണ്. 48 മണിക്കൂറിനുള്ളിൽ, ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മണിക്കൂറായി, 48 മണിക്കൂറിനുള്ളിൽ, അതായത് 2 ദിവസം, ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ല എങ്കിൽ, അതായത് ഇറാൻ എല്ലാ ആക്രമണ ഭീഷണിയും പിൻവലിച്ച് സമസ്ത അപരാധങ്ങളും പുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിരുന്നില്ല എങ്കിൽ തങ്ങൾ, അതായത് അമേരിക്കൻ സേന, ഇറാനിലെ ഊർജ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കും എന്നാണ് ഭീഷണി. ഇത് ഭീഷണിയായിട്ട് കൂട്ടിയാൽ മതിയാകും. അങ്ങനെ ഒറ്റയടിക്ക് തകർക്കാനാവില്ല. ഇത്രയും തകർത്തുകൊണ്ടിരുന്നതല്ലേ. അതായത് എന്തൊക്കെയാണ്? എണ്ണ സംഭരണശാലകളാകാം, എണ്ണപ്പാടങ്ങളാകാം, റിഫൈനറികളാകാം, അതുമല്ലെങ്കിൽ ആണവ നിലയങ്ങളാകാം. അത് ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടിയുള്ളതാണല്ലോ. ആണവ നിലയങ്ങൾ ആകാം. ഇതെല്ലാം തന്നെ ആക്രമണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പറയുന്നത് പൂർണ്ണമായും തങ്ങൾ ഇതെല്ലാം ചെയ്യും. ഇറാൻ്റെ പ്രതികരണം സമാനമായ രീതിയിലാണ് ഇറാൻ്റെ പ്രതികരണം ഉണ്ടായത്. തങ്ങളുടെ ഊർജ്ജ ഉപാധികൾ ആക്രമിക്കപ്പെട്ടാൽ തങ്ങൾക്ക് മുൻപിൻ നോക്കേണ്ടതില്ല. ആക്രമണം ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയോട് ചേർന്ന് നിൽക്കുകയാണല്ലോ, താവളങ്ങൾ അനുവദിച്ചുകൊണ്ട്. നേരിട്ട് യുദ്ധത്തിലില്ല എങ്കിൽ പോലും ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഉൾപ്പെടെ വെള്ളം ശുദ്ധീകരിച്ച്, അതായത് ഉപ്പ് ജലം, കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഉൾപ്പെടെ തങ്ങൾ ആക്രമിക്കും, കുടിവെള്ളം മുട്ടിക്കും എന്നാണ് പറയുന്നത്. ഒട്ടും അശാസ്ത്രീയമായ കാര്യമല്ല, എങ്കിലും യുദ്ധമാണ്. അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ് യുദ്ധം, ആ മേഖലയാണ്. അതുകൊണ്ട് തീർച്ചയായും ഗൗരവത്തിലെടുക്കേണ്ട ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വൈകി പറയുന്നത് സമാധാനത്തിൻ്റെ ഒരു സ്വരവും ട്രംപ് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്നു. ആത്യന്തികമായി വേണ്ടത് യുദ്ധം മടുത്ത മട്ടാണ്, സമാധാനമാണ് വേണ്ടത്. പക്ഷേ ഇറാൻ അനുസരിക്കാൻ, അംഗീകരിക്കാൻ തയ്യാറല്ല. 3 ഡിമാൻഡുകൾ, യുദ്ധം അമേരിക്ക നിർത്തിയാലും തങ്ങൾ യുദ്ധം നിർത്തിവെക്കണം എങ്കിൽ 3 ഡിമാൻഡുകൾ അംഗീകരിക്കണം. ഡിമാൻഡ് നമ്പർ 1, ഇറാൻ്റെ പരമാധികാരം ഇസ്രയേലും അമേരിക്കയും മറ്റു രാജ്യങ്ങളും അംഗീകരിക്കണം. 2, ഇറാന് മേൽ ഇനി ആക്രമണങ്ങൾ ഉണ്ടാവില്ല എന്ന് രേഖാമൂലം ഉറപ്പ് നൽകണം. നിരന്തരം ആക്രമണം എന്നത് പറ്റുന്ന കാര്യമല്ല. ഒരു ഭാഗികമായ വെടിനിർത്തലല്ല ഇറാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് പൂർണ്ണമായ യുദ്ധവിരാമമാണ്. ഇനി ഒരു യുദ്ധം ഉണ്ടാവില്ല എന്ന ഒരു ഉടമ്പടിയും ഉണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത്തെ ഇതിനേക്കാളും കടുത്ത ഇതാണ്. അതായത് ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾ, ഇറാനുള്ളിൽ ഉണ്ടായ വലിയ നാശനഷ്ടങ്ങൾ, ആണവ നിലയങ്ങൾ, സാമ്പത്തിക മേഖലകൾ, റിഫൈനറികൾ എന്ന് വേണ്ട വലിയ നാശനഷ്ടങ്ങൾ, കെട്ടിടങ്ങൾ, എല്ലാം നാശനഷ്ടങ്ങൾ, ആളപായം. അതിന് പുറമെ ഇതിന് വലിയ ഒരു തുക നഷ്ടപരിഹാരം നൽകണം. കാരണം ഇറാൻ ആക്രമിക്കപ്പെടുകയായിരുന്നു. ഇറാൻ ആരെയും ആക്രമിക്കുകയായിരുന്നില്ല. ആദ്യം ഇറാൻ ആക്രമിക്കപ്പെടുകയായിരുന്നു. പ്രത്യാക്രമണം എന്ന രീതിയിലാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്തിയത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും അംഗീകരിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഈ ഘട്ടത്തിൽ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ വേണ്ട ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രശ്നപരിഹാരം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ഉടനടി വേണ്ടത് താൽക്കാലികമായ ഒരു വെടിനിർത്തലാണ് ഉടനടി. ആ വെടിനിർത്തൽ ഒരുപക്ഷെ ചർച്ചകളിലേക്ക് നീങ്ങുകയും ആ ചർച്ചകളിൽ അമേരിക്കയോടൊപ്പം ഇസ്രയേലും സഹകരിച്ചെങ്കിലേ പറ്റൂ. കാരണം അമേരിക്ക യുദ്ധം നിർത്താൻ തയ്യാറാവുകയും ഇസ്രയേൽ യുദ്ധം തുടരാൻ തീരുമാനിക്കുകയും ചെയ്താൽ സ്ഥിതി സങ്കീർണമാകും. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുക കൂടി വേണം. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മിസൈൽ അയക്കൽ എന്ന ഒരു പദ്ധതി അത് അവസാനിപ്പിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ വിശാലമായ ചർച്ചയ്ക്കുള്ള ഒരു ഉപാധി തരൂ. ഇനി ഒരു കാര്യം കൂടി പറയുന്നു, പലയാവർത്തി ഞാൻ സൂചിപ്പിച്ചതും എന്നാൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുമായ ഒരു കാര്യമാണ്. പരിഹാരങ്ങൾ ആവശ്യമാണ്. താൽക്കാലിക പരിഹാരങ്ങളല്ല. താൽക്കാലിക പരിഹാരങ്ങൾ താൽക്കാലിക യുദ്ധവിരാമമേ ഉണ്ടാക്കൂ. ആത്യന്തികമായി വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടും. പ്രശ്ന പരിഹാരം സംഭവിക്കണം എങ്കിൽ ഫണ്ടമെൻ്റൽ ഇഷ്യൂസ് നീഡ് ടു ബി അഡ്രസ്ഡ്. 2 വിഷയങ്ങളേ ഉള്ളൂ ഫണ്ടമെൻ്റൽ. അത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ഇസ്രായേൽ എന്ന രാജ്യത്തിന് മധ്യപൗരസ്ത്യ പ്രദേശത്ത് നിലനിൽക്കാൻ കഴിയണം. അത് ഇറാൻ അംഗീകരിക്കണം, ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിക്കണം. അതാണൊന്ന്. 2, സമാന്തരമായി സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാജ്യം അറബി ജനതയ്ക്ക് വേണ്ടി ഉണ്ടാവണം. സമാന്തരമായി ഇസ്രായേലും പലസ്തീനും സുഹൃത്ത് രാജ്യങ്ങളായി പരസ്പരം അംഗീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും അംഗീകാരം വാങ്ങിക്കൊണ്ട് ആ പ്രദേശത്ത് ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇടപെടാനുള്ള സ്കോപ്പില്ല. ഇറാൻ ഹൂതികളെ സഹായിക്കുന്നു, ഹിസ്ബുളെ സഹായിക്കുന്നു, ഹമാസിനെ സഹായിക്കുന്നു. എന്തിനു വേണ്ടി? ഇസ്രായേലിനെ എൻസർക്കിൾ ചെയ്യാനാണ്. ഇസ്രായേൽ ഒരു ത്രട്ടല്ല എങ്കിൽ ആ വിഷയം അവസാനിക്കണം. അതാണ് ഒരു വിഷയം. അതുകൊണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അത് വൈകി എങ്കിലും നടപ്പാക്കണം. ആ മേഖലയുടെ ആകമാന സമാധാനത്തിന് വേണ്ടി. 1. 2, ആണവ വിഷയത്തിലൊരു തീരുമാനമുണ്ടാകണം. അത് ഇറാൻ്റെ ആണവ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമാകുന്നില്ല.
ഇസ്രയേലിൻ്റെ ആണവ പദ്ധതിയും വിനാശകാരിയാവുന്നില്ല എന്ന ചില ഉറപ്പുകൾ ഉണ്ടാവണം. ഇസ്രയേൽ പക്ഷേ പൂർണ്ണമായി ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലായിരിക്കാം. എങ്കിലും ചില ഉറപ്പുകൾ, ചില നിബന്ധനകൾ, ചില കർശനമായ ഉപാധികൾ, ചില നിരീക്ഷണങ്ങൾ, IAEA ഇൻസ്പെക്ഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ ഇസ്രയേലിലും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ സമഗ്രമായി ഇസ്രയേലും ഇറാനും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രമുഖ ശക്തികൾ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട്, ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കിക്കൊണ്ട് മേഖലാ സമാധാന കരാർ, അത് പാലസ്തീൻ വിഷയം അഡ്രസ്സ് ചെയ്യണം, ആണവ വിഷയം അഡ്രസ്സ് ചെയ്യണം. ഇങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ ശാശ്വതമായ സമാധാനം ഉണ്ടാകൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇക്കാര്യത്തിൽ പ്രസക്തമാണ്.